ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള ഏറ്റവും വലിയ കരാറാണിത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ വലിയ അവസരങ്ങൾ നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. നിർമ്മാണ മേഖലയ്ക്ക് വലിയ ഉത്തേജനം നൽകും, എണ്ണ പര്യവേഷണത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി വിശദീകരിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാറിൽ ഈ വർഷം അവസാനമാണ് ഒപ്പിടുക. അടുത്ത വർഷം മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ കരാറിന് യൂറോപ്യൻ പാർലമെന്റ് അംഗീകാരം വേണം, കേന്ദ്ര മന്ത്രിസഭയും അംഗീകരിക്കണം. കാർഷിക ഉൽപ്പന്നങ്ങളെ കരാറിൽ ഉൾപ്പെടുത്തിയേക്കില്ല. ഏകദേശം 20 വർഷത്തെ ചർച്ചകൾക്ക് ശേഷമുള്ള പ്രധാന വഴിത്തിരിവാണിത്. 2007 മുതൽ വ്യാപാര കരാർ സംബന്ധിച്ച ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളും ചർച്ച നടത്തുന്നുണ്ട്. എന്നാൽ വ്യാപാര കരാറിലേക്ക് എത്താനായിരുന്നില്ല. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെയർ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റ എന്നിവർ പങ്കെടുത്ത ഇന്നത്തെ ഉച്ചകോടിയിൽ കരാർ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്തിയിരുന്നു. ഏറെക്കാലമായി കാത്തിരുന്ന സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ വിജയകരമായി അവസാനിച്ചതായി വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ സ്ഥിരീകരിച്ചു. ചർച്ചകൾ വിജയകരമായി അവസാനിച്ചു, കരാർ അന്തിമമായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര കരാറാകും ഇന്ത്യയുമായി ഒപ്പുവയ്ക്കുക എന്ന് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ കരാറുകളുടെയും മാതാവ് എന്നാണ് ഉർസുല വോൺ ഡെയർ ഇന്ത്യയുമായുള്ള കരാറിനെ വിശേഷിപ്പിച്ചത്. 200 കോടി ജനങ്ങളാകും കരാറിലൂടെ ഒന്നിച്ച് വരികയെന്നും ഉർസുല ചൂണ്ടിക്കാട്ടി. യൂറോപ്പിൽ നിന്നുള്ള കാറുകളടക്കം തീരുവ കുറച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യാൻ കരാർ വഴിവെക്കുമെന്നാണ് സൂചന. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾക്കും സമുദ്രോൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ മാർക്കറ്റിൽ ഇളവ് കിട്ടും. അതേസമയം ക്ഷീരരംഗത്ത് ഇന്ത്യയിലെ നിയന്ത്രണങ്ങൾ എടുത്തു കളയില്ല. അമേരിക്കയുമായുള്ള തീരുവ തർക്കം തുടരുമ്പോഴാണ് യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ അടുക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. US-മായി ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ, കെമിക്കലുകൾ, രത്നങ്ങളും ആഭരണങ്ങളും, ഇലക്ട്രിക്കൽ മെഷീനറി, തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷകൾ തുടങ്ങിയ മേഖലകൾക്ക് കരാർ വലിയ നേട്ടമുണ്ടാക്കും. നിലവിൽ ഈ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ ചുമത്തുന്ന ഏകദേശം 10% നികുതി കരാർ വരുന്നതോടെ ഇല്ലാതാകും. പകരമായി യൂറോപ്പിൽ നിന്നുള്ള വാഹനങ്ങൾ, പ്ലാസ്റ്റിക്, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതി തീരുവ ഇന്ത്യയും കുറയ്ക്കും. 90%-ലധികം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി ഒഴിവാക്കാനാണ് ധാരണ. 2024-25 കാലഘട്ടത്തിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള ചരക്ക് വ്യാപാരം $136.53 ബില്യൺ ആയിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് നിലവിൽ യൂറോപ്യൻ യൂണിയൻ. അമേരിക്കൻ വിപണിയിലെ നികുതി വർധനവും ചൈനയെ അമിതമായി ആശ്രയിക്കുന്നതും ഒഴിവാക്കാൻ ഈ കരാർ ഇന്ത്യൻ കയറ്റുമതിക്കാരെ സഹായിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, യന്ത്രഭാഗങ്ങൾ എന്നിവയാണ് ഇവയിൽ നിന്നും പ്രധാനമായും യൂറോപ്പിലേക്ക് പോകുന്നത്. ക്യാബിനറ്റ് അംഗീകാരത്തിനും യൂറോപ്യൻ പാർലമെന്റിന്റെ അംഗീകാരത്തിനും ശേഷം അടുത്ത വർഷം ആദ്യം കരാർ നിലവിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത്. 8 പ്രധാന വ്യാപാര കരാറുകളാണ് 2014 ശേഷം NDA സർക്കാർ ഇതുവരെ ഒപ്പിട്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.